PSC ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ നോക്കാം. 80ാമത്തെ ക്വസ്റ്റ്യൻ വരെ കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ 8 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 81ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 81 മുതൽ ഒരു 90 വരെയുള്ള ക്വസ്റ്റ്യൻ ആണ്. 81ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 പ്രാബല്യത്തിൽ വന്നത്. ഓപ്ഷൻ സി ആണ്. 2013 ജൂലൈ 5-ലാണ് ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം പ്രാബല്യത്തിൽ വന്നത്. ക്വസ്റ്റ്യൻ 82, ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 സെക്ഷൻ 10 പ്രകാരം മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കുടുംബാംഗങ്ങളെ കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ ബി സംസ്ഥാന സർക്കാരാണ് ആൻസർ. ക്വസ്റ്റ്യൻ 83, സ്റ്റേറ്റ് ഫുഡ് കമ്മീഷൻ ചെയർമാൻ. ആൻസർ ഓപ്ഷൻ ഡി ശ്രീ KV മോഹൻകുമാർ. ക്വസ്റ്റ്യൻ 84, അന്ത്യോദയ അന്ന യോജന സ്കീം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ തീയതി. ആൻസർ ഓപ്ഷൻ ബി 2000 ഡിസംബർ 25. ക്വസ്റ്റ്യൻ 85, കേരള ലക്ഷ്യാധിഷ്ഠിത പൊതുവിതരണ സമ്പ്രദായ ഉത്തരവ് 2021 ഏത് ഉത്തരവിൻ്റെ പരിഷ്കരിച്ച രൂപമാണ്. ആൻസർ ഓപ്ഷൻ എ കേരള റേഷനിംഗ് ഓർഡർ 1966. ക്വസ്റ്റ്യൻ 86, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നിലവിൽ വന്നത്. ആൻസർ ഓപ്ഷൻ എ 2019 ഓഗസ്റ്റ് 9-നാണ്. ഉപഭോക്താക്കളുടെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും സമയബന്ധിതവും ഫലപ്രദവുമായ പ്രശ്ന പരിഹാരങ്ങൾക്കും ഉപഭോക്തൃ സംരക്ഷണ നിയമം മുൻഗണന നൽകുന്നു. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ലോക്സഭ പാസാക്കിയത് 2019 ജൂലൈ 30-ന്, രാജ്യസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 6-ന്, രാഷ്ട്രപതി അംഗീകരിച്ചത് 2019 ഓഗസ്റ്റ് 9-ന്, നിലവിൽ വന്നത് 2020 ജൂലൈ 20-ന്. ക്വസ്റ്റ്യൻ 87, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരം ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ എത്ര തുകയ്ക്ക് മുകളിൽ പ്രതിപാദിക്കുന്ന പരാതികളാണ് ഫയൽ ചെയ്യാൻ കഴിയുന്നത്. ആൻസർ ഓപ്ഷൻ ബി 10 കോടി. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുമായി ബന്ധപ്പെട്ട സെക്ഷൻ 53. കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തിലൂടെ ദേശീയ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഒരു ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ സ്ഥാപിക്കേണ്ടതാണ്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ രൂപീകരിച്ചത് 1998. ഇനി ദേശീയ കമ്മീഷൻ്റെ അധികാര പരിധി എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കോടിയിൽ കൂടുതൽ മൂല്യമുള്ള ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ പരാതികൾ പരിഗണിക്കാൻ ദേശീയ കമ്മീഷന് അധികാരമുണ്ടായിരിക്കും. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ദേശീയ കമ്മീഷൻ്റെ അധികാര പരിധി 10 കോടിക്ക് മുകളിലായിരുന്നു. എന്നാൽ 2021 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പ്രകാരം ദേശീയ കമ്മീഷൻ്റെ അധികാര പരിധി 2 കോടിക്ക് മുകളിലായി. 88ാമത്തെ ക്വസ്റ്റ്യൻ, 2021 വേൾഡ് ഫുഡ് പ്രൈസ് പുരസ്കാരം നേടിയത് ആര്. ആൻസർ ഓപ്ഷൻ എ ശകുന്തള ഹരസ്കിൻ തിൽസ്റ്റഡ്. ക്വസ്റ്റ്യൻ 89, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൻ്റെ ആസ്ഥാനം. ആൻസർ ഓപ്ഷൻ ബി ഡൽഹി. ക്വസ്റ്റ്യൻ 90, KTPDS ഓർഡർ 2021 പ്രകാരം റേഷൻ ഡിപ്പോയ്ക്ക് അനുവദിക്കുന്ന ലൈസൻസിൻ്റെ കാലാവധി. ഓപ്ഷൻ എ 5 വർഷം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ 81 മുതൽ 90 വരെയുള്ള 10 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ ബാക്കി 91 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോയോട് കൂടി നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.